ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൂവി എക്സ്പ്ലെയിനർ. ഇതിപ്പോൾ 11ാമത്തെ എപ്പിസോഡാണ് കേട്ടോ. ഇതിന് മുമ്പത്തെ എപ്പിസോഡ് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്നാൽ പിന്നെ നമുക്ക് കഥയിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ കൂട്ടുകാരി പെൺകുട്ടിയാണ് കേട്ടോ കാണിക്കുന്നത്. പുള്ളിക്കാരി നല്ല വിഷമമുണ്ട് ഹീറോയിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട്. അത് മാത്രമല്ല, അവൾ കരഞ്ഞിട്ട് ഹീറോയിന്റെ ഓപ്പോസിറ്റ് ഇരിക്കുകയാണ്. അവളോട് മനസ്സിൽ ക്ഷമ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതേ നേരം കൂട്ടുകാരി പെൺകുട്ടിയുടെ ഫോണിലോട്ട് മെസ്സേജ് വരാണ്, ഇനി 10 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ ഗെയിമിലോട്ട് കടക്കുമെന്നും പറഞ്ഞിട്ട്. ഇതിനുശേഷം ഗെയിമിലാണ് കേട്ടോ കാണിക്കുന്നത്. ഈ കൂട്ടുകാരി പെൺകുട്ടി നേരെ ഏതോ പൊഗമയോ ഉള്ള ഒരു ലോകത്താണ് വന്നിരിക്കുന്നത്. തൊട്ട് ഫ്രണ്ടിൽ യക്ഷിയുണ്ട്. അപ്പൊ യക്ഷി കൂട്ടുകാരി പെൺകുട്ടിയോട്, ഞാൻ പറയുന്നത് ഇനി എല്ലാം നീ അനുസരിക്കണം, ഇല്ലെങ്കിൽ ഇവരുടെ എല്ലാവരുടെയും ജീവൻ പോവും, അല്ലെങ്കിൽ നീ ഒരാളെ കൊന്നാ മതി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഒരു കത്തി എടുത്ത് ഈ കൂട്ടുകാരി പെൺകുട്ടിയുടെ കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഈ യക്ഷിയാണെങ്കിൽ, നീ ആരെങ്കിലും ഒരാളെ കൊന്നാ മതി എന്ന് പറയുകയാണ്. ഇതേ നേരം കൂട്ടുകാരി പെൺകുട്ടിയുടെ പേടിച്ചിട്ട് ആ കത്തി തറയെ പോവാണ്. അവള് നല്ല പേടിയുള്ള കൂട്ടത്തിലാണ്. അവളെ കൊണ്ട് ഒരാളെ കൊല്ലാനൊന്നും പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഒരാളുടെ കത്തി എടുത്തു കൊടുത്താൽ എങ്ങനത്തെ ആയിരിക്കും അവസ്ഥ. ഇതേ നേരം ആ യക്ഷി, നിനക്ക് ഹീറോയിനെ രക്ഷിക്കണ്ടെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പം ഈ കൂട്ടുകാരി പെൺകുട്ടിയുടെ മനസ്സ് ചെറുതായിട്ടൊന്ന് മാറുന്നുണ്ട്. കാരണം ഇത്രയും പ്രശ്നം ഉണ്ടാവാൻ കാരണം ഈ കൂട്ടുകാരിയാണ്. അപ്പൊ എന്തായാലും ഹീറോയിനെ രക്ഷിക്കാൻ അവൾ അത് ചെയ്യും. ഇതിനുശേഷം ഗെയിമിൽ കാണിക്കുകയാണ്. ഒറിജിനൽ ഗെയിമിൽ എല്ലാരെയും പിടിച്ച് കെട്ടിവെച്ചേക്കാണ് ഓരോ ശവപ്പെട്ടിയുടെ ഉള്ളിൽ ചങ്ങലയ്ക്ക്. അപ്പം എല്ലാവർക്കും അതിൽ നിന്ന് പെട്ടെന്ന് പുറത്തിറങ്ങാനൊന്നും പറ്റത്തില്ല. ഇതേ നേരം ഈ കൂട്ടുകാരി പെൺകുട്ടിയുടെ കണ്ണ് വലുതാവുകയാണ് കൃഷ്ണമണി. അപ്പൊ നോക്കുകയാണെങ്കിൽ അവളെ കൺട്രോൾ ചെയ്യുന്നത് ഇപ്പൊ ആ യക്ഷിയാണ്. എന്നിട്ട് നേരെ റൗഡി പയ്യന്റെ അടുത്തോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് അവനെ കുത്താൻ നിൽക്കുന്ന നേരം ഈ കൂട്ടുകാരി പെൺകുട്ടിക്ക് അവനെ പഴയ സ്കൂളിൽ ബുള്ളി ചെയ്തവന്മാരെ പോലെ തോന്നുകയാണ്. പെട്ടെന്ന് കുത്താൻ നിൽക്കുന്ന നേരം ഈ ഹീറോയിൻ ആണെങ്കിൽ എന്തോ പറയുകയാണ്. അതെന്താന്ന് വെച്ചാൽ, നീ വെറും വീക്കാണ്, നിനക്ക് ഒരാളെ ആശ്രയിക്കാതിരിക്കാൻ പറ്റത്തില്ല, നീ എപ്പോഴും എന്നെ ആശ്രയിച്ചിട്ടാ ഇരുന്നിട്ടുള്ള, അല്ലാതെ നിനക്കൊരു ജീവിതം ഇല്ലെന്ന് പറയുകയാണ്. ഇത് കേട്ടപ്പോൾ നേരെയാണെങ്കിൽ ഈ കൂട്ടുകാരി പെൺകുട്ടി ഹീറോയിന്റെ അടുത്ത് പോവാണ്. അപ്പോൾ ഹീറോയിനെ കാണുമ്പോൾ പഴയ ബുള്ളി ചെയ്ത ഒരു പെൺകുട്ടിയെ പോലെയൊക്കെ ഈ കൂട്ടുകാരിക്ക് തോന്നുകയാണ്. ഇതേ നേരം ഹീറോയിൻ എങ്ങനെയൊക്കെ കെട്ടഴിച്ചിട്ട് അതിന് പുറത്തിറങ്ങുകയാണ്. എന്നിട്ട് എവളോ അതും ഇതൊക്കെ പറഞ്ഞിട്ട് ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. കൂട്ടുകാരി പെൺകുട്ടീനെ വിഷമിപ്പിക്കുന്ന രീതിയിലാണ് പറയുന്നത് കേട്ടോ. അവൾ ആശ്രയിച്ചിട്ടായിരിക്കുന്നത്, അവൾക്കൊരു ജീവിതം ഇല്ല, അവളെല്ലാരെയും പിറകിലോട്ട് വലിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഹീറോയിൻ നേരെ ചെന്ന് ഈ കൂട്ടുകാരി പെൺകുട്ടീനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഇതെല്ലാം അറിയാതെ പറഞ്ഞെന്ന് പറയാണ് കൂട്ടുകാരി പെൺകുട്ടിയോട്. അതായത് കൂട്ടുകാരി പെൺകുട്ടി യക്ഷിയുടെ കൺട്രോളിലല്ലേ, അതിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഹീറോയിൻ പറഞ്ഞതാണ് കേട്ടോ ഇതൊക്കെ. എന്നിട്ട് അവളോട് സോറി പറയാണ്, ഞാൻ അറിയാതെ പറഞ്ഞാണ്, എന്നോട് ക്ഷമിക്കണേന്ന്. അപ്പൊ പെട്ടെന്ന് തന്നെ ഈ കൂട്ടുകാരി പെൺകുട്ടി യക്ഷിയുടെ കൺട്രോളിൽ നിന്ന് മാറുകയാണ്. എന്നാൽ ഒരുപാട് വൈകിപ്പോയി കേട്ടോ. ഈ കൂട്ടുകാരി പെൺകുട്ടി യക്ഷിയുടെ കൺട്രോളുള്ള സമയത്ത് ഹീറോയിനെ കുത്തിയായിരുന്നു ആ കത്തി വെച്ചിട്ട്. അപ്പോൾ ഹീറോയിൻ ആണെങ്കിൽ തളർന്ന് തറയിൽ വീഴാണ് കേട്ടോ. ഇത് കണ്ടപ്പം ഈ കൂട്ടുകാരി പെൺകുട്ടിക്ക് ഒട്ടും സഹിക്കാൻ വയ്യ. കാരണം ഒന്നാമത് വീഡിയോ പോസ്റ്റ് ചെയ്ത് കുറെ അധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അവർക്ക് എന്തായാലും വിഷമായി കാണും കൂട്ടുകാരിക്ക്. അങ്ങനെ ഈ കൂട്ടുകാരി ആണെങ്കിൽ കത്തി എടുത്തിട്ട് സ്വന്തം കഴുത്തിൽ വരയാണ് കേട്ടോ. അതായത് ആത്മഹത്യ ചെയ്യാണ് ഹീറോയിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഹീറോയിനോട് ക്ഷമ ചോദിക്കുകയാണ്, നീ എന്നോട് ക്ഷമിക്കണേ, ഞാൻ അറിയാതെ ചെയ്തതാണ്, ഇത്രയും പ്രശ്നം ഉണ്ടാവുമെന്നൊന്നും എനിക്കൊരു ബോധമില്ലായിരുന്നെന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കണ്ടപ്പം എല്ലാവർക്കും ഒരുപാട് വിഷമാവുകയാണ് കേട്ടോ. എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ ഹീറോയിന്. ഇതേ നേരം കുറെ ഫ്ലാഷ് ബാക്ക് നമ്മളെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഈ കൂട്ടുകാരി പെൺകുട്ടീനെ കുറെ കുട്ടികൾ ബുള്ളി ചെയ്തില്ലായിരുന്നു, അതിൽ നിന്നെല്ലാം ഈ ഹീറോയിൻ ആണ് കേട്ടോ രക്ഷപ്പെടുത്തുന്നത്. അതൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ട് ഫ്ലാഷ് ബാക്ക് ആയിട്ട്. ഇതേ നേരം മറ്റേ സൈക്കോ ബോസ് ആണെങ്കിൽ ഇതെല്ലാം സ്ക്രീനിലിട്ട് കാണുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങേർക്ക് ഇത് കാണുമ്പോൾ എന്തോ ഒരു ആനന്ദമാണ്, കുറെ ആൾക്കാർ മരിച്ചു വീഴുന്ന കാണുമ്പോൾ. എന്തൊരു മനുഷ്യനാണാവോ. ഇതിനുശേഷം ഹോസ്റ്റൽ റൂമാണ് കാണിക്കുന്നത്. അപ്പൊ നമ്മുടെ ഹീറോയിൻ ഗെയിമിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ നോക്കുവാണെങ്കിൽ ഷോർട്ട് ഹെയർ കൂട്ടുകാരി പെൺകുട്ടീനെ വിളിച്ചുണർത്താൻ നോക്കുകയാണ്. അവൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? കാരണം അവളും ഗെയിമിലുണ്ടായിരുന്നു. ഇതേ നേരം ഹീറോയിന് മനസ്സിലായി അത് ആ ഗെയിമിലുള്ള അസാസിൻ പെൺകുട്ടിയാണ്, അഥവാ ഷോർട്ട് ഹെയർ ആണെന്ന് അറിയാം. അവൾക്ക് മനസ്സിലായി. എന്നിട്ട് അത് കൺഫേം ചെയ്യാനായിട്ട് ഹീറോയിൻ അവളുടെ പേര് വിളിച്ചു നോക്കുകയാണ്. ഇതേ നേരം ഷോർട്ട് ഹെയർ അവളെ തിരിഞ്ഞു നോക്കുകയാണ്. അതായത് ഹീറോയിൻ ഉറപ്പിച്ച് അത് ഷോർട്ട് ഹെയർ ആണെന്ന്. എന്തായാലും ഷോർട്ട് ഹെയർ ആംബുലൻസിനെ വിളിച്ചു പറയാണ്, ഇങ്ങനെ ഒരു പെൺകുട്ടിക്ക് വയ്യ, പെട്ടെന്ന് പറയണമെന്ന് പറഞ്ഞിട്ട്. ഇതേ നേരം ഹീറോയിനും ഷോർട്ട് ഹെയറും കൂടെ ഡ്രസ്സ് പാക്ക് ചെയ്യാണ്. അതായത് ഹീറോയിന്റെ ഡ്രസ്സും കൂട്ടുകാരി പെൺകുട്ടിയുടെ ഡ്രസ്സും ഹോസ്പിറ്റലിൽ പോകാനായിട്ട്. അപ്പോൾ ആംബുലൻസ് വരുന്ന സമയത്ത് ഈ ഷോർട്ട് ഹെയർ പ്രത്യേകം ഹീറോയിന്റെ അടുത്ത് പറയാണ്, ഈ ഐഡന്റിറ്റി ഒരിക്കലും റിവീൽ ചെയ്യല്, ഞാൻ എന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ആംബുലൻസിൽ കയറി ഹീറോയിൻ പോവാണ് കേട്ടോ. പിന്നെ കൂട്ടുകാരി ഉണ്ട്. കൂട്ടുകാരിക്ക് വയ്യാത്തോണ്ട് അവളെ കൊണ്ടുപോകാനല്ലേ ആംബുലൻസ് വന്നത്. പക്ഷേ ഈ ഷോർട്ട് ഹെയർ പോകുന്നില്ല കേട്ടോ. ഷോർട്ട് ഹെയർ ഹോസ്റ്റലിൽ തന്നെ നിൽക്കുകയാണ്. ഇതിനുശേഷം ഹോസ്പിറ്റലാണ് കേട്ടോ. അവിടെ ഹീറോ, ഹീറോയിൻ, അങ്കിള്, ഫാൻ ബോയ് ഇവരെല്ലാരും ഉണ്ട്. അപ്പൊ ഇത് വേറെ ഹോസ്പിറ്റലാണെന്ന് തോന്നുന്നു. കാരണം ഉണ്ട് കേട്ടോ, അത് ഞാൻ പറയാം. അപ്പൊ അവിടുത്തെ ഡോക്ടർ പറയാണ്, കൂട്ടുകാരി പെൺകുട്ടിയുടെ തലയിൽ എന്തോ ഒരു മെറ്റൽ ചിപ്പ് ഉണ്ട്, അത് എന്താന്ന് അറിയാൻ വയ്യെന്ന് പറയും. അതായത് അവര് ഗെയിമിലോട്ട് കടക്കുന്നത് വെറുതെ ഒന്നും അല്ല, അവരുടെ തലയിൽ എങ്ങനെയോ ചിപ്പ് വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് വേറെ ഹോസ്പിറ്റൽ ആയിരിക്കും. ഇല്ലെങ്കിൽ മറ്റേ ഹോസ്പിറ്റൽ ആണെങ്കിൽ ഇവരെന്തായാലും റിപ്പോർട്ട് ചേഞ്ച് ചെയ്യത്തില്ലേ. ഈ ഹോസ്പിറ്റലിൽ റിപ്പോർട്ടൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞു. അങ്ങനെ ഹീറോയിനും അങ്കിളും ഫാൻ ബോയും എല്ലാരും കൂടെ ഇതിനെപ്പറ്റി സംസാരിക്കുകയാണ്. അപ്പൊ അവർ ഉറപ്പിച്ച് ചിപ്പില്ലാതെ എന്തായാലും ഗെയിമിലോട്ട് കടക്കാൻ പറ്റത്തില്ല, അതൊരു മെറ്റൽ ചിപ്പാണ് കേട്ടോ. അപ്പൊ അവരത്
റിമൂവ് ചെയ്യണോ റിമൂവ് ചെയ്യണ്ടേ എന്നൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന നേരം ഹീറോന്റെ ഫോണിലോട്ട് ഒരു കോള് വരാണ്. അപ്പൊ അത് എടുത്തു നോക്കുമ്പം അതാ ബോസ് ആണ് കേട്ടോ. ബോസ് പറയാണ്, നിങ്ങൾ ചിപ്പ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും കൂട്ടുകാരി പെൺകുട്ടിയും ബാക്കി കോമയിൽ പോയ ആരും എണീറ്റ് വരത്തില്ല എന്ന് പറയും. അത് മാത്രമല്ല, നിങ്ങൾ ഗെയിം കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ കോമയിൽ പോയ എല്ലാവരും തിരിച്ചു വരും. ഇനി നിങ്ങൾ പോലീസിന്റെ അടുത്ത് പറയാനോ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിനെതിരെ കംപ്ലൈന്റ് കൊടുക്കാനോ വല്ലോ നിങ്ങളുടെ പരിപാടിയെങ്കിൽ ഒറ്റ ക്ലിക്ക് മതി നിങ്ങളെല്ലാവരും എന്നേക്കുമായിട്ട് കോമയിൽ പോകുമെന്ന് പറയാണ് ഈ ബോസ് അവരോട്. ഇപ്പൊ എവർക്കാകെ കൺഫ്യൂഷനായി. ചിപ്പ് റിമൂവ് ചെയ്യാനും പറ്റത്തില്ല, റിമൂവ് ചെയ്യാതിരിക്കാനും പറ്റത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇതേ നേരം പെട്ടെന്ന് അങ്ങോട്ട് കൂട്ടുകാരി പെൺകുട്ടിയുടെ അമ്മ വരുവാണ് കേട്ടോ. അത് കരഞ്ഞോണ്ട് വിഷമപ്പെട്ടാണ് വരുന്നത്. സ്വന്തം മോളല്ലേ കോമയിൽ പോയത്. ഇതേ നേരം ഹീറോയിൻ ചെന്ന് അവരെ ആശ്വസിപ്പിക്കുകയാണ്, സാരമില്ല എന്ന് പറഞ്ഞിട്ട്. ഇതിനുശേഷം ഹീറോയും റൗഡി പയ്യനും ഒരു സ്ട്രീറ്റിലിരുന്ന് സംസാരിക്കുകയാണ്, ഏതൊരു കടയിൽ ഫുഡും കഴിച്ചുകൊണ്ട്. അപ്പം ഈ ബോസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ഹീറോ റൗഡി പയ്യനോട് പറയുന്നുണ്ട്. അപ്പൊ ഈ റൗഡി പയ്യൻ തീരുമാനിക്കുകയാണ് എന്തായാലും ഇനി ഗെയിം കളിക്കുന്നില്ല എന്ന്. അതും പറഞ്ഞിട്ട് ഈ റൗഡി പയ്യൻ അവിടെ നിന്ന് എണീറ്റ് പോവാണ് കേട്ടോ, ഹീറോയെ മൈൻഡ് ചെയ്യാതെ ആ സ്ഥലത്ത് നിന്ന്. ഇതിനുശേഷം ഹോസ്പിറ്റലിൽ ഹീറോയും കൂട്ടുകാരി പെൺകുട്ടിയുടെ അമ്മയും കാണിക്കുകയാണ്. അപ്പൊ ഈ കൂട്ടുകാരി പെൺകുട്ടിയുടെ അമ്മ ഹീറോയിനോട്, കൂട്ടുകാരി പെൺകുട്ടിക്ക് ഒരു അസുഖമുണ്ട്, അതുകൊണ്ടാണ് അവൾ ഇന്ന് ഇൻട്രോവേർട്ടായിട്ട് മാറിയത്, അവക്ക് കുറെ ആൾക്കാർ ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടാൽ പേടിയാണ്, ഇതൊക്കെ മാറിയത് നിന്നെ കണ്ടതിന് ശേഷമാണ്, നിന്നെ കണ്ടതിന് ശേഷം അവൾക്ക് ഒരുപാട് ധൈര്യം വന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് ഈ ഹീറോയിനോട് ഈ കൂട്ടുകാരി പെൺകുട്ടിയുടെ അമ്മ പറയുകയാണ്. അപ്പൊ ഈ കൂട്ടുകാരി പെൺകുട്ടിയുടെ അമ്മയുടെ കരച്ചിലും വിഷമവും കണ്ടിട്ട് ഹീറോയിൻ സമാധാനിപ്പിക്കുകയാണ്. ഇതിനുശേഷം ഹീറോയിൻ ആണെങ്കിൽ ഹോസ്പിറ്റലിന് പുറത്തു വന്നിരിക്കുകയാണ് വരാന്തയിൽ. എന്നിട്ട് ഈ കൂട്ടുകാരി പെൺകുട്ടി ഗെയിമിലോട്ട് വരണതിന് മുമ്പ് ഒരു ലെറ്റർ എഴുതിയായിരുന്നു കേട്ടോ. അത് ഹോസ്റ്റൽ റൂമിൽ നിന്ന് ഹീറോയിന് കിട്ടിയായിരുന്നു. അതിനകത്ത് എന്താ എഴുതിക്കുന്നതെന്ന് വെച്ചാൽ അവളോട് ക്ഷമ ചോദിക്കുകയാണ്. വീഡിയോ പോസ്റ്റ് ചെയ്തതും ഇങ്ങനെ പ്രശ്നമാവുമെന്നൊന്നും കൂട്ടുകാരി പെൺകുട്ടി വിചാരിച്ചിട്ടില്ല എന്ന് അതിനകത്ത് ക്ഷമ ചോദിച്ചിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് വായിക്കുകയാണ് കേട്ടോ. ഇതേ നേരം നമ്മളെ കുറെ ഫ്ലാഷ് ബാക്കിലോട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അതായത് ഹീറോയും കൂട്ടുകാരി പെണ്ണും സ്കൂളിൽ പഠിച്ച കാര്യങ്ങളും അതും ഇതൊക്കെ കാണിക്കുകയാണ് നമ്മൾ. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഹീറോയിൻ ഈ സീരീസിൽ ചിരിക്കുന്നതാണ്. അത് ഈ ഫ്ലാഷ് ബാക്കിലാണ്. പിന്നെ ഈ ഹീറോയിൻ ഒരു ദിവസം ഹോംവർക്ക് ചെയ്യാതെ വന്നപ്പം ഈ കൂട്ടുകാരി പെൺകുട്ടി ഹോംവർക്ക് ചെയ്തിട്ടും സ്വന്തം പേപ്പർ ഒളിപ്പിച്ച് വെച്ചിട്ട് ഹോംവർക്ക് ചെയ്യാത്തവരുടെ കൂട്ടത്തിൽ ബാക്കിൽ പോയി നിൽക്കുകയാണ് ഹീറോയിന്റെ കൂടെ. അപ്പൊ ആ കൂട്ടുകാരി പെൺകുട്ടി നല്ല പാവമായിരുന്നു കേട്ടോ. അവളുടെ അവസ്ഥ കൊണ്ടാണ് അവൾ അങ്ങനെയൊക്കെ ചെയ്തത്. ഹീറോയിനെ നഷ്ടപ്പെടും എന്നുള്ളൊരു പേടി കാരണം. ഇതിനുശേഷം നമ്മുടെ റൗഡി പയ്യനെ കാണിക്കുകയാണ് കേട്ടോ. റൗഡി പയ്യൻ നേരെ വന്നേക്കുന്നത് അമൂൽ പയ്യന്റെ മുത്തശ്ശിയുടെ അടുത്താണ്. അപ്പൊ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അമൂൽ പയ്യനും കൂട്ടുകാരൻ പയ്യനും എന്തെന്ന്. ഈ മുത്തശ്ശിക്ക് അറിയത്തില്ല അവര് കോമയിലാണെന്നും പ്രശ്നങ്ങളുണ്ടെന്നും. അപ്പൊ റൗഡി പയ്യൻ അവരെല്ലാരും ഒരു ബിസിനസ് ട്രിപ്പിന് പോയിക്കാന്ന് പറയാണ്. ഇതിനുശേഷം അവ അവിടെ നിന്ന് പോകുന്ന നേരം അവൻ മനസ്സിൽ ഉറപ്പിക്കുകയാണ്, അതായത് ഹോസ്പിറ്റൽ ബില്ല് ഫുള്ള് അവ അടച്ചു തീർക്കുമെന്നും കോമയിൽ പോയ അവരെന്തായാലും തിരിച്ചു കൊണ്ടുവരുന്നു. ഇതിനർത്ഥം അവൻ ഗെയിം കളിക്കും എന്നായിരിക്കും. അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിലേ അറിയാൻ പറ്റത്തുള്ളൂ. ഇതിനുശേഷം നമ്മുടെ ഹീറോയിനെ കാണിക്കുകയാണ് കേട്ടോ. അവള് ബൈക്കിൽ നേരെ ഹോസ്റ്റലിൽ വന്നേക്കാണ്. അപ്പൊ തൊട്ട് ഫ്രണ്ടിൽ ഹീറോ ഉണ്ട് കേട്ടോ. എന്നിട്ട് ഹീറോയിനും സംസാരിക്കുകയാണ്. അതായത് ഹീറോ പറയാണ്, നീ എത്ര ദിവസം ഗെയിം കളിക്കുന്നു അത്രയും നാളെ ഞാൻ നിന്റെ കൂടെ കാണുമെന്ന്. അതായത് ഹീറോയ്ക്ക് അവളെ ഒരുപാട് ഇഷ്ടമല്ലേ, അതുകൊണ്ട് അവൾ നിർത്തുന്നത് വരെ അവൻ എന്തായാലും അവളുടെ കൂടെ കാണുമെന്ന്. ഇതിനുശേഷം റൗഡി പയ്യനെ കാണിക്കുകയാണ് കേട്ടോ. ഈ റൗഡി പയ്യൻ നേരെ ചെല്ലുന്നത് മറ്റേ കസിനോയിലാണ്. അവിടെ മറ്റേ ഫാൻ ബോയുടെ അച്ഛനാണെങ്കിൽ അവിടെ ഇരുന്ന് ചൂതാടുകയാണ്. അപ്പൊ ഇങ്ങേരാണെങ്കിൽ അവന് കുറച്ച് പൈസ കൊടുക്കാനുണ്ട്. അത് ചെന്ന് ചോദിക്കുന്ന നേരം ഇങ്ങേരാണെങ്കിൽ പൈസ കൊടുക്കുന്നില്ല, ഇവനെ ഉപദ്രവിക്കുകയാണ്. അപ്പൊ ആദ്യമൊക്കെ അവൻ കുറച്ച് അടി വാങ്ങിച്ചിട്ട് അവനൊരു കസേര എടുത്ത് തിരിച്ചടിക്കാൻ നോക്കുകയാണ്. ഇതേ നേരം അങ്ങേരൊരു വലിയ മനുഷ്യനല്ലേ, അതുകൊണ്ട് തന്നെ അവന് അങ്ങേരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങേരവനെ പൊതിരെ ചവിട്ടുകയാണ് തറയിലിട്ടിട്ട്. ഇതിനുശേഷം മറ്റേ സൈക്കോ ബോസിനെയാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങേരുടെ ഫ്രണ്ടിൽ സ്ക്രീനിൽ എല്ലാവരുടെ വീഡിയോയും ഉണ്ട്. അത് മാത്രമല്ല പുതിയ ഒരാളുടെ ഡീറ്റെയിൽസ് കൂടെ കൊണ്ടുവരാണ്. അതാരാന്ന് മനസ്സിലായോ? അത് ഇൻഫ്ലുവൻസർ പെൺകുട്ടിയാണ്. ആ ഇൻഫ്ലുവൻസർ പെൺകുട്ടിയായിരിക്കും അടുത്തതായിട്ട് ഈ ഗെയിമിൽ വരാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇൻഫ്ലുവൻസർ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അടുത്ത എപ്പിസോഡിലൊക്കെ ഇൻഫ്ലുവൻസർ പെൺകുട്ടിയൊക്കെ ചിലപ്പം വരുമായിരിക്കും, അറിയില്ല. എന്നാൽ ഇത് കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ തീരുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കുക. അപ്പം ഓക്കെ, ബൈ.